വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചീരകൃഷി. ഇതന്ന് ഞാൻ ചീര പാവണ ഒരു വീഡിയോ ചെയ്തിരുന്നത്. അന്ന് പാവിയ ചീരയാണത്. ആ ചീര എങ്ങനെ നമ്മൾ മണ്ണ് ചേർത്ത് പാവിയാലും അവിടെ ഇവിടെ ആയിട്ട് കൂട്ടത്തോടെ ഉണ്ടാവും. ആ കൂട്ടത്തോടെ ഉണ്ടാവുന്നത് നമ്മൾ ആദ്യം തന്നെ നമുക്ക് പറിച്ചു വേറെ സ്ഥലം ഒരുക്കി അതിൽ നടാവുന്നതാണ്. അഥവാ അങ്ങനെ നട്ടിട്ടില്ലെങ്കിൽ ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞാൽ കൂടുതലായി അവിടെ ഇവിടെ കൂട്ടായി നിൽക്കുന്ന ചീരകൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ പറിച്ച് ഒഴിവാക്കി വളം ചെയ്തെങ്കിലേ ഈ കുറ്റിയിൽ നിന്ന് വീണ്ടും ചീര നമുക്ക് ദീർഘകാലം നല്ല വിളവെടുക്കാൻ കഴിയുള്ളൂ. കളകൾ പറിച്ച് ഒഴിവാക്കി വളം ചെയ്താൽ ചീരക്ക് നല്ല വളർച്ച വരും. ചീരക്ക് നല്ല വളർച്ച ഉണ്ടെങ്കിൽ വേഗം നമുക്ക് വിളവെടുപ്പ് നടത്താനും കഴിയും. ഞാനിവിടെ ചെയ്യാറ് ഓരോ വിളവെടുപ്പ് കഴിഞ്ഞാലും അല്പം ചാണകപ്പൊടി കൊടുക്കും. പിന്നീട് ഗോമൂത്രം, ചാണകം, കടലപ്പിണ്ണാക്ക് ഇത് പുളിപ്പിച്ചത് ഒരു കപ്പിന് 10 ഇരട്ടി വെള്ളം ചേർത്ത് 4 ദിവസം കൂടുമ്പോൾ ചീരയുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കും. ചാണകവും ഗോമൂത്രവും കിട്ടാത്തവർക്ക് നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്കും അതേപോലെ തന്നെ 2 അച്ച് ശർക്കരയും ചേർത്ത് പുളിപ്പിച്ച് ഇതേപോലെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ വളക്കൂട്ട് 4 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുകയും ദിവസവും ആവശ്യത്തിന് നനക്കുകയും കളകൾ വരാതെ നോക്കുകയും ചെയ്താൽ ചീര നമുക്ക് നല്ല വിളവ് തരും. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പലതരം ചീരകളുടെ വിത്ത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. വിത്തുകൾ വാങ്ങിച്ച് എല്ലാവരും കൃഷി ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.